നിങ്ങൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ UP ആവട്ടെ, ബീഹാർ ആകട്ടെ, ഇതെല്ലാം നിൽക്കുക. കേരളം 2000 രൂപ പ്രതിമാസം ഇപ്പൊ കൊടുക്കുകയാണ് പെൻഷൻ. അത് കിട്ടിക്കഴിഞ്ഞു ആളുകളുടെ കയ്യിൽ. അതൊരു വായ്പയാണ്. നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കരുത്. നിങ്ങൾ പറയുന്ന വസ്തുതയല്ല. സ്റ്റാറ്റ്യൂട്ടറി പെൻഷനാണ്. എനിക്ക് അദ്ദേഹത്തെ പറഞ്ഞു പഠിപ്പിക്കാനോ തിരുത്താനോ ഒന്നും കഴിയില്ല. ഒരു പാവപ്പെട്ടവന് വോട്ട് കിട്ടാനാണോ 2000 ആക്കിയത്? വോട്ട് കിട്ടാനാണോ 2000 ആക്കിയത്? ജനാധിപത്യ രീതിയിൽ ഈ ജോമോന് പറയാമോ? എന്റെ ചോദ്യം, BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഈ 2000 രൂപ പെൻഷൻ കൊടുക്കുന്ന ഒരു സ്റ്റേറ്റിന്റെ പേര് ജോമോന് പറയാമോ? 2000 വായ്പയാണെന്നേ. മറ്റത് വായ്പയാണ്. സ്ത്രീകൾക്ക് മഹിളാ റോസ്ഗാർ യോജന എന്ന് പറഞ്ഞ വായ്പ കൊടുക്കുന്നു. ആ വായ്പയിൽ 2 ഗഡുക്കളായി വായ്പ. ഇത് ഓരോ മാസവും 2000. ഒരു BJP സ്റ്റേറ്റ് പറ. കേരളത്തിന്റെ എത്ര കടമുള്ള ഒരു സംസ്ഥാനം താങ്കൾ? ആ പെൻഷൻ തടയാൻ ശ്രമിച്ചവരാണ് നിങ്ങൾ. പ്രേംകുമാറിന്റെ അവസരം. കേരളം പോലെ കടത്തിൽ മുങ്ങിയ ഒരു സംസ്ഥാനം. പെൻഷൻ തടയാൻ പെൻഷൻ ഫണ്ട് ബോർഡിനെ തടഞ്ഞവരല്ലേ നിങ്ങൾ? പ്രേംകുമാർ, ഈ കേരളത്തിലെ പാവപ്പെട്ട ജനങ്ങൾക്ക് 2000 രൂപ കൊടുക്കുന്നത് നിങ്ങൾക്ക് വലിയ വിഷമമായി തോന്നുന്നുണ്ടെങ്കിൽ ഈ ബീഹാറിൽ തെരഞ്ഞെടുപ്പ് വന്നപ്പോ നിങ്ങൾ അവിടുത്തെ സ്ത്രീകൾക്ക് 10,000 നഷ്ടപ്പിച്ച കൊടുത്തവരല്ലേ നിങ്ങൾ? കേരളത്തില് LDF തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്നത് തെരഞ്ഞെടുപ്പ് വരുമ്പോ എന്തെങ്കിലും പ്രവർത്തനങ്ങൾ 4.5 കൊല്ലം മുമ്പ് പ്രകടന പത്രികയിൽ പറഞ്ഞതാണ് ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ പെൻഷൻ വർദ്ധിപ്പിക്കുമെന്ന്. ആ വർദ്ധിപ്പിക്കാം എന്ന് പറഞ്ഞ കാര്യം എന്തുകൊണ്ട് വർദ്ധിപ്പിക്കാൻ ഇതിനു മുമ്പ് കഴിഞ്ഞില്ല എന്ന ന്യായമായ ചോദ്യം നിങ്ങൾക്ക് ചോദിക്കാം. അതെ, 2500 രൂപയാക്കുമെന്നാണ് LDF പറഞ്ഞത്. ഈ 2000 ആക്കാൻ എന്തുകൊണ്ട് ഇതുവരെ കഴിഞ്ഞില്ല എന്നതിന്റെ ഉത്തരവും പറയേണ്ടി വരും. നിങ്ങൾ നോക്കൂ, കേരളത്തിന് അർഹതപ്പെട്ടതെല്ലാം വെട്ടിക്കുറയ്ക്കുകയാണ്. കേരളത്തിൽ ജനസംഖ്യ ആനുപാതികമായിട്ട് നൽകേണ്ട നികുതി വിഹിതമുണ്ട്, അത് തരുന്നില്ല. രാജ്യത്തെ ഗവൺമെന്റ് സമാഹരിക്കുന്ന നികുതിയുടെ 42% അവസരത്തിൽ പറയാം ജോമോൻ, എന്ത് മര്യാദയാണ് രാജ്യത്തെ ഗവൺമെന്റ് സമാഹരിക്കുന്ന, ഇന്ത്യ ഗവൺമെന്റ് സമാഹരിക്കുന്ന നികുതിയുടെ 42% സംസ്ഥാനങ്ങൾക്ക് വീതം വെക്കണം, സംസ്ഥാനങ്ങൾക്ക് കൈമാറണം. അത് ചെയ്യുന്നില്ല. കേരളത്തോട് വിവേചനപരമായിട്ടുള്ള സമീപനം സ്വീകരിക്കുകയാണ്. ഇന്ത്യൻ ജനസംഖ്യയിൽ 2.78% വരുന്നതാണ് കേരളത്തിലെ ജനസംഖ്യ. അതിനനുസരിച്ച് വിഹിതം തരാതെ അത് 1.6 ചുരുക്കുകയാണ് രാജ്യത്തെ BJP ഗവൺമെന്റ്. തനത് വരുമാനം വർദ്ധിപ്പിച്ചും ഈ കേരളത്തിൽ നികുതി ചോർച്ച അടച്ചും കേരളത്തിന്റെ ധനകാര്യ വകുപ്പ് മന്ത്രി നടത്തിയ പരിശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് വികസനവും ക്ഷേമവും ഉറപ്പുവരുത്തി ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നത്.